നമസ്കാരം. വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകൂ എന്ന തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ ആരംഭിക്കുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, PC ജോർജ് MLA സ്ഥാനം രാജിവെച്ചു എന്ന നാളത്തെ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കുന്നു? ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട PC ജോർജ് സാങ്കേതികമായി ഇപ്പോഴും കേരള കോൺഗ്രസിൽ തുടരുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കോ പ്രവൃത്തിയോ കേരള കോൺഗ്രസിനൊപ്പം ഇല്ല എന്നുള്ളത് അദ്ദേഹം UDFൻ്റെ ഒരു കടുത്ത വിമർശകനായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കേരള കോൺഗ്രസിൽ എന്നല്ല UDFൽ തന്നെ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തിൻ്റെ പഴയ പാർട്ടി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് സെക്കുലർ TS ജോണിൻ്റെ നേതൃത്വത്തിൽ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയും അദ്ദേഹത്തിന് UDFൽ തുടരാൻ കഴിയുകയില്ല, MLA സ്ഥാനത്ത് തുടരാൻ കഴിയുകയില്ല. കാരണം കൂറുമാറ്റം നിരോധനത്തിന് മുമ്പാണ്. അപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ രാജിവെക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല. അദ്ദേഹം വരും ദിവസങ്ങളിൽ രാജിവെക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ PC ജോർജിന്റെ രാജിയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? PC ജോർജും KM മാണിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. PC ജോർജിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് സെക്കുലർ മാണി ഗ്രൂപ്പുമായിട്ട് ലയിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഏക വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷമൊക്കെ KM മാണിയുടെ വലം കൈയായിട്ട് പ്രവർത്തിച്ച ആളാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുമായിട്ട് വലിയ അടുപ്പമാണ് PC ജോർജിനും ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നെയ്യാറ്റിൻകര MLA ആയിരുന്ന ശെൽവരാജ് ഇടതുപക്ഷത്തു നിന്ന് UDFൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ സമീപകാലത്ത് നമുക്കറിയാം ബാർ കോഴ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് PC ജോർജ് നടത്തിയ പല അഭിപ്രായ പ്രകടനങ്ങളും അത് ഭരണമുന്നണിയെ പൊതുവിലും KM മാണിയെ പ്രത്യേകിച്ചും പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അത് പ്രത്യേകിച്ചും KM മാണി ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ രാജിവെക്കുമായിരുന്നു എന്ന് പരാമർശം. പിന്നീട് KM മാണി രാജിവെക്കുന്ന പക്ഷം ജോസ് K മാണിയെ മന്ത്രിയാക്കും എന്ന ഒരു കിംവദന്തി പറഞ്ഞപ്പോൾ ഇദ്ദേഹം വളരെ എളുപ്പമാണ്, ഇതുപോലുള്ള പിഞ്ചിലകളല്ല, പാർട്ടിയിൽ വളരെ സീനിയറായിട്ടുള്ള വേറെ നേതാക്കന്മാരുണ്ട്, എന്തെങ്കിലും കാരണവശാൽ KM മാണി രാജിവെച്ചാൽ CF തോമസാണ് മന്ത്രിയാകേണ്ടത് എന്ന രീതിയിലുള്ള പരാമർശം. ഏറ്റവും ഒടുവിൽ ജോസ് K മാണിക്കെതിരായിട്ട് നടത്തിയ പരാമർശം. അങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിയാലും അതിനൊക്കെ പുറമെ നമ്മുടെ ബഡ്ജറ്റ് അവതരണവുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ശരിയല്ല എന്ന രീതിയിൽ ഉള്ള അഭിപ്രായം. അങ്ങനെ എല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കാൻ KM മാണി ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയും മറ്റ് ഘടകകക്ഷികളൊക്കെ ഒന്ന് മടിച്ചു. കാരണം PC ജോർജ് ഒരു പുകയുന്ന അഗ്നിപർവ്വതമാണ്, അദ്ദേഹത്തെ ഒന്ന് മാറ്റിവിട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും, ആ ഒരു സംശയം. ആ സന്ദർഭത്തിൽ ആണ് മറ്റേ സരിതാ നായരുടെ കത്ത് പുറത്തു വരുന്നതും ജോസ് K മാണിയുമായിട്ടുള്ള ബന്ധം എല്ലാ ചാനലുകാരും വലിയ തോതിൽ ആഘോഷിച്ചു. അപ്പോൾ അതുകൂടി വന്നപ്പോൾ പിന്നെ അദ്ദേഹത്തെ വെച്ച് പൊറപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. കേരള കോൺഗ്രസിൽ നിന്നാൽ UDFൽ പോലും ജോർജിന് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റി. അതിനുശേഷവും അദ്ദേഹം വളരെ സാങ്കേതികമായിട്ട് മാത്രം UDFലാണ്. പക്ഷേ അദ്ദേഹം നേരത്തെ KM മാണിയെ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. ഇപ്പോൾ മുഖ്യമന്ത്രിയടക്കം എല്ലാ മന്ത്രിമാരെയും വിമർശിക്കുകയും എല്ലാ അഴിമതികളും അദ്ദേഹം പുറത്ത് കയറി നിന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് UDFൽ തുടരാനുള്ള ധാർമ്മികവും രാഷ്ട്രീയവും ആയിട്ടുള്ള എല്ലാ അവകാശങ്ങളും നഷ്ടമായി. നിയമപരമായിട്ടുള്ളൊരു അവകാശം തന്നെ വളരെ സംശയാസ്പദമാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേക്കും എന്ന് കേൾക്കുന്നു. സസ്പെൻഷൻ ഇതുവരെ ആയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു എങ്ങുമല്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം നിൽക്കുന്നു. പിന്നെ നിയമസഭാംഗം എന്ന രീതിയിൽ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാനും പറ്റാത്തൊരു സാഹചര്യം വരും. കാരണം അദ്ദേഹം എപ്പോൾ പ്രസംഗിക്കണമെന്നുള്ള കാര്യം പാർട്ടിയുള്ള തീരുമാനിക്കും. പാർട്ടി ലീഡറായിരിക്കുന്ന KM മാണി വിചാരിച്ചാൽ മാത്രമേ ജോർജിന് നിയമസഭയിൽ എഴുന്നേറ്റത് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ വോട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം UDFനെ കഠിനമായി വിമർശിച്ചുകൊണ്ട് UDFൻ്റെ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യുക എന്നുള്ളതും ഒരു സുഖകരമായിട്ടുള്ള അന്തരീക്ഷമല്ല. PC ജോർജിൻ്റെ തന്നെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം വരികയും PV അബ്ദുൽ വഹാബിനും പൈല റവിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത് UDFന് വേണ്ടിയുള്ള എൻ്റെ അവസാനത്തെ വോട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മിക്കവാറും ഈ May 18 ശേഷം അദ്ദേഹം രാജിവെക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇപ്പോൾ സംസാരിച്ചില്ല May 18 എന്ന് പറയും. ഈ May 18 പ്രത്യേകത എന്തായിരിക്കും? May 18 ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 4 കൊല്ലം കഴിയും. അതായത് 5ാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിച്ചാൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 കൊല്ലത്തിൽ താഴെ മാത്രമേ സമയം ബാക്കിയുള്ളൂവെങ്കിൽ സാങ്കേതികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ പൂഞ്ഞാറിൽ ഉടനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെ ഒരു സാഹചര്യമാണ് PC ജോർജ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ സന്നദ്ധനാവുമെന്ന് തോന്നുന്നില്ല. കാരണം നിയമസഭ തീരെ 1 കൊല്ലമുള്ളൂ. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്കും പിന്നെ കുറച്ചുകൂടി താമസമുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തി അവിടെ ഒരു വലിയ ശക്തി പ്രകടനം നടത്തേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് ജോർജ് നിൽക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ പിന്നെ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു വളരെ
കലവറയില്ലാത്ത പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കിട്ടുമെന്നുള്ള ഒരു സംശയമാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ മെയ് 18 ശേഷം രാജിവെക്കും എന്ന രീതിയിലുള്ള സൂചനകൾ പുറത്തു വരുന്നത്. പൂഞ്ഞാറിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയല്ലേ? പൂഞ്ഞാറിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ മെയ് 18 മുമ്പ് ജോർജ് രാജിവെക്കണം. അല്ലെങ്കിൽ പിന്നെ അരുവിക്കരയുടെ ഒപ്പം പൂഞ്ഞാർ കൂടി നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കണം. അങ്ങനെ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. ഒരു കൊല്ലത്തിൽ താഴെയുള്ളൂ എന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ല എന്നൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തയ്യാറൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി തോന്നണം എന്ന് മാത്രമേ. അപ്പോൾ അരുവിക്കരയിൽ ഏതായാലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആ കൂട്ടത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന പൂഞ്ഞാർ മണ്ഡലത്തിലും കൂടി തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് വിചാരിച്ചാൽ തെരഞ്ഞെടുപ്പ് നടക്കും. അതിന് ഭരണഘടനാപരമായിട്ട് വിലക്കൊന്നുമില്ല. ഈ പി സി ജോർജിൻ്റെ രാജി ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ. പി സി ജോർജിൻ്റെ രാജി എന്ന് വെച്ചാൽ പി സി ജോർജ് വളരെ കാലം ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളാണ്. പി സി ജോർജ് വരുന്ന 1980-ലാണ്. 80-ൽ യു ഡി എഫിൻ്റെ MLA ആയിട്ടാണ്, ജോസഫ് ഗ്രൂപ്പായിരുന്നു. 82-ലും ജോസഫ് ഗ്രൂപ്പിൻ്റെ ആളായിട്ട് ജയിക്കുന്നു, UDF തന്നെ. 87-ൽ പി സി ജോർജ് തോക്കുന്നു. പി സി ജോർജ് MLA അല്ലാതിരിക്കുന്ന സമയത്താണ് ജോസഫ് ഗ്രൂപ്പ് വലതു മുന്നണിയിൽ നിന്ന് ഇടതു മുന്നണിയിലേക്ക് വരുന്നത്. 91-ൽ പി സി ജോർജിന് സീറ്റ് കിട്ടുന്നില്ല. കാരണം സിറ്റിംഗ് MLA ആയിരുന്ന NM ജോസഫ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് വീണ്ടും മത്സരിച്ചു, അദ്ദേഹം തോറ്റു. 96-ലാണ് വീണ്ടും പി സി ജോർജ് ജയിച്ച് MLA ആയിട്ട് വരുന്നത്. 96-ൽ ഇടതുപക്ഷത്താണ്. 96-ൽ ഇടതുപക്ഷത്ത് മത്സരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിലും LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അന്ന് പി ജെ ജോസഫ് അടക്കം തോറ്റുപോയപ്പോഴും പി സി ജോർജ് ജയിച്ചു. പി സി ജോർജ് ഡോക്ടർ KC ജോസഫ് മാത്രമാണ് ജയിച്ചത്. അങ്ങനെ പി സി ജോർജ് ഒരു ശക്തനായി നിൽക്കുന്ന സമയത്താണ് ജോസഫ് ഗ്രൂപ്പ് പിളരുന്നത്. പി സി ജോർജും TS ജോണും ഈപ്പം വർഗീസും ഒക്കെ കേരള കോൺഗ്രസ് സെക്കുലർ എന്ന പാർട്ടി ഉണ്ടായി. പി ജെ ജോസഫും ഡോക്ടർ KCയും ഒക്കെ ജോസഫ് ഗ്രൂപ്പായിട്ട് കണ്ടിന്യൂ. അതിനുശേഷം പിന്നത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സെക്കുലർ രണ്ട് കേരള കോൺഗ്രസും, അത് ജോസഫ് ഗ്രൂപ്പും സെക്കുലറും രണ്ടും ഇടതു മുന്നണിയിൽ തന്നെ തുടരുകയാണ്. രണ്ട് കൂട്ടരും അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നു. പി ജെ ജോസഫ് ജയിക്കുന്നു, പി സി ജോർജ് ജയിക്കുന്നു. പി ജെ ജോസഫ് മന്ത്രിയാകുന്നു, പി സി ജോർജിന് മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹം മാത്രമേ. അങ്ങനെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന സമയത്താണ് പി ജോസഫിനെതിരായിട്ട് ആരോപണം ഉയർന്നു വരുന്നു. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സഹയാത്രികയെ ഇവിടെ അവമര്യാദയായി പെരുമാറി. അപ്പോൾ പി സി ജോർജ് ആയിരുന്നു ഈ ആരോപണത്തിൻ്റെ പുറകിൽ നിന്ന് പിന്നീട് വെളിവായി. കാരണം ഇത് ആളെ കത്തിച്ച ഒരു വിഷയമാക്കിയതും പി ജോസഫിൻ്റെ രാജിയിലേക്ക് കാര്യങ്ങൾ നയിച്ചതും എത്തിച്ചതും ഒക്കെ പി സി ജോർജ് അതിൽ വലിയ പങ്കുവച്ചു. അടുത്തതായിട്ട് TU കുരുവിള മന്ത്രിയാകുന്നു. കുരുവിള മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് കുരുവിളക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്ന വേറെ ആരുമില്ല, പി സി ജോർജാണ്. ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട്, തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പി സി ജോർജ് ആരോപണം ഉന്നയിക്കുന്നു. ബന്ധപ്പെട്ട് രേഖകളൊക്കെ ഹാജരാക്കുന്നു. TU കുരുവിള വളരെ ഡിഫൻസിലാകുന്നു. അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന ലിസി ജേക്കബിനെ അന്വേഷിക്കാനായിട്ട് മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ചുമതലപ്പെടുത്തുന്നു. ലിസി ജേക്കബ് അന്വേഷണം നടത്തിയിട്ട് TU കുരുവിള ഭാഗത്ത് വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന്, അധികാര ദുർവിനിയോഗം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തി റിപ്പോർട്ട് കൊടുക്കുന്നു. അതിനെ തുടർന്ന് കുരുവിള രാജിവെക്കുന്നു. പക്ഷേ കുരുവിള രാജിവെക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടി LDFകാർ തീരുമാനിച്ചു. കുരുവിള രാജിവെച്ചാൽ മാത്രം പോരാ, പി സി ജോർജിനെ വെച്ചുകൊണ്ട് ഇനി മുന്നണിയിൽ തുടരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. അങ്ങനെ കുറേ കാലം അദ്ദേഹം എങ്ങുമല്ലാതെ നിന്നു. 2006-ലെ തെരഞ്ഞെടുപ്പ് 2007 ആയപ്പോഴത്തേക്കും പി സി ജോർജ് ഇടതു മുന്നണിയിൽ നിന്ന് പോയി. അതേസമയത്ത് അദ്ദേഹത്തെ സുരക്ഷിതമായ താവളത്തിൽ അദ്ദേഹത്തിന് എത്താനും പറ്റിയില്ല. പിന്നെ കുറേ നാൾ അദ്ദേഹം കേരള കോൺഗ്രസിൽ വിവിധ ഗ്രൂപ്പുകാരെ യോജിപ്പിക്കാനൊരു ശ്രമം നടത്തി. ബാലകൃഷ്ണപിള്ള, TM ജേക്കബ്, KM മാണി, പിന്നെ അദ്ദേഹം. ഇങ്ങനെ 4 ഗ്രൂപ്പുകൾ തമ്മിലൊരു ലയനത്തിനൊക്കെ ആലോചിച്ചെങ്കിലും നടന്നില്ല. മാത്രമല്ല അങ്ങനെ നിക്കക്കളില്ലാത്തൊരു സ്റ്റേജ് വരുമ്പോഴാണ് KM മാണിയുമായിട്ട് വീണ്ടും, ഈ KM മാണി മന്ത്രിയായിരുന്ന സമയത്തൊക്കെ KM മാണിയെ ആക്ഷേപിച്ചുകൊണ്ട് നടന്നിരുന്ന ആളാണ് പി സി ജോർജ്. ഏത് കാലത്തും KM മാണിയുടെ വലിയൊരു എതിരാളിയായിരുന്നു. അങ്ങനെ KM മാണിയുടെ അടുത്ത് അദ്ദേഹം ചെല്ലുകയും കേരള കോൺഗ്രസ് സെക്കുലറും മാണി ഗ്രൂപ്പും തമ്മിൽ ലയിച്ച് KM മാണി പാർട്ടിയുടെ ചെയർമാൻ, ഇദ്ദേഹം വൈസ് ചെയർമാൻ. അങ്ങനെ പോകുമ്പോഴാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി, ജോസഫ് ഗ്രൂപ്പിന് വലിയ തിരിച്ചടി ഉണ്ടായി. നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ ജോസഫ് ഗ്രൂപ്പ് കൂടി മാണി ഗ്രൂപ്പിനോടുകൂടി ലയിക്കുക. അങ്ങനെ വീണ്ടും യോജിച്ച കേരള കോൺഗ്രസിൻ്റെ, ഐക്യപ്പെട്ട കേരള കോൺഗ്രസിൻ്റെ വൈസ് ചെയർമാനായിട്ട് തുടരുകയാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ രീതി. ഏത് മുന്നണിയിൽ നിന്നാലും അദ്ദേഹത്തിന് തോന്നുന്ന ഒരു രീതിയിൽ പ്രവർത്തിക്കുള്ളൂ. LDFിലായിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു. LDFിൽ ഇരുന്നുകൊണ്ടാണ് TU കുരുവിളക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. LDFിൽ ഇരുന്നുകൊണ്ടാണ് പി ജോസഫിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ പുള്ളി ആളിക്കത്തിച്ചു. UDFിൽ വന്നപ്പോഴും സംഗതിക്ക് മാറ്റമൊന്നുമില്ല. അദ്ദേഹമാണ് KB ഗണേഷ് കുമാറിൻ്റെ രാജിയിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് ഒരു പ്രധാന പങ്ക് വഹിച്ചത്. അദ്ദേഹം തന്നെയാണ് പിന്നീട് ഇപ്പോൾ KM മാണി അടക്കമുള്ളവർക്കെതിരായിട്ട് വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഏത് മുന്നണിയിൽ നിന്നാലും അദ്ദേഹത്തിൻ്റേതായ ഒരു തനത് ശൈലിയിലാണ് പ്രവർത്തിക്കുക. ഈ പി സി ജോർജിൻ്റെ രാജി അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത ഉണ്ടോ? പി സി ജോർജ് പൂഞ്ഞാറുകാരനാണ്. സാധാരണ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീന മേഖല എന്ന് പറയുന്നത് പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ പാല പ്രദേശമാണ്.
പക്ഷേ അരുവിക്കരെ സംബന്ധിച്ചുള്ള പ്രത്യേകത ഉള്ളത് അവിടെ ഈ നാടാർ സമുദായക്കാരായ വോട്ടർമാർ കുറേ പേരുണ്ട്. പി സി ജോർജിന് നാടാർ സമുദായക്കാരുടെ ഇടയിൽ വലിയൊരു സ്വാധീനമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു നാടാർ വിഭാഗക്കാരായ VSDP എന്നൊരു സംഘടനയുണ്ട്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ പ്രധാന നേതാവ്. ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ വളരെ അടുത്ത ആളാണ് പി സി ജോർജ്. മാത്രമല്ല നാടാർ സമുദായക്കാരനായ ശെൽവരാജിനെ നെയ്യാറ്റിങ്കര MLA അദ്ദേഹത്തെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിച്ച് UDF-ലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ മത്സരിപ്പിച്ച് വീണ്ടും ജയിപ്പിച്ചതിലുമൊക്കെ പി സി ജോർജ് ഒരു വലിയ പങ്ക് വെച്ചിട്ടുണ്ട്. അതിൽ പുള്ളി അങ്ങനെ അവകാശപ്പെട്ട് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അങ്ങനെ നാടാർ സമുദായത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം അത് ഒരു പക്ഷേ നാടാർ സമുദായക്കാർ പൊതുവേ UDF-ന് വോട്ട് ചെയ്യുന്നവരാണ്. ആ ഒരു വിഭാഗം അവർക്കെതിരായിട്ട് തിരിഞ്ഞാൽ തീർച്ചയായിട്ടും അത് UDF-ന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ അരുവിക്കര ഒരു ശക്തി പരീക്ഷണത്തിൻ്റെ വേദിയായിട്ടാണ് പി സി ജോർജ് ഉദ്ദേശിക്കുന്നത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഈ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന പി സി ജോർജിൻ്റെ അഭിപ്രായത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? അല്ല, പി സി ജോർജ് ഈ UDF-ൽ നിന്ന് വിട്ടത് മുതൽക്ക് അദ്ദേഹം UDF-നെ പല രീതിയിലും കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പല്ല, ഇനിയിപ്പോൾ കേരളത്തിൽ മൊത്തം ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഈ മന്ത്രിസഭ കാലാവധി തീർക്കുകയില്ല. കാലാവധിക്ക് മുമ്പ് പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് വേറെ തെരഞ്ഞെടുപ്പുണ്ടാവും. അതാണ് ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോവുകയാണെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പ്രവചിക്കുന്നതിൻ്റെ രഹസ്യം അതാണ്. UDF മന്ത്രിസഭയ്ക്ക് പി സി ജോർജിൻ്റെ രാജി ഒരു ഭീഷണിക്കുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ? UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പരാധീനം എന്ന് വെച്ചാൽ ഇതിന് പറയത്തക്ക ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ്. ഒരു സമയത്തും വളരെ ശക്തമായ ഭൂരിപക്ഷമില്ല. 1991 കെ കരുണാകരൻ ഉണ്ടായിരുന്ന പോലത്തെ ഭൂരിപക്ഷം, അല്ലെങ്കിൽ 2001 AK ആന്റണിക്ക് കിട്ടിയ പോലത്തെ ഭൂരിപക്ഷം 2011 ഉമ്മൻചാണ്ടിക്ക് കിട്ടിയില്ല. 68 പേര് പ്രതിപക്ഷത്തും 72 പേര് ഭരണപക്ഷത്തും ഇതായിരുന്ന അവസ്ഥ. പിന്നെ ആംഗ്ലോ ഇന്ത്യൻ മെമ്പറെ കൂടി നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭരണപക്ഷത്ത് 73 പ്രതിപക്ഷത്ത് 68. സ്പീക്കർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ 72 68 സ്പീക്കർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 72 68 എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് TM ജേക്കബ് മരിച്ചത്. അപ്പോൾ ഭൂരിപക്ഷം പിന്നെയും കുറഞ്ഞു 71 68. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശെൽവരാജിനെ കൂറുമാറ്റിച്ച് രാജിവെപ്പിച്ച് അങ്ങനെ ഭരണപക്ഷത്ത് 71 പ്രതിപക്ഷത്ത് 67. പിന്നെ ശെൽവരാജ് ജയിച്ചു വന്നപ്പോൾ അത് 73. അനൂപ് ജേക്കബും ശെൽവരാജും ജയിച്ചു വന്നപ്പോൾ 73 67. അങ്ങനെ 73 67 എന്ന രീതിയിൽ പോയി കഴിയുമ്പോൾ RSP തിരിച്ചു വരുന്നത്. അങ്ങനെ 75 പേര് വന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഒരു ആത്മവിശ്വാസമായി. അതുകൊണ്ടാണ് ഗണേഷ് കുമാർ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറയുന്നത്. ഗണേഷ് കുമാർ പോയി കഴിഞ്ഞപ്പോൾ അത് വീണ്ടും 75 എന്നുള്ളത് കുറഞ്ഞ് 74. ഇപ്പോൾ അതിനുശേഷം കാർത്തികേയൻ മരിച്ചു, അപ്പോൾ 73. ഇനി പി സി ജോർജ് രാജിവെച്ച് കഴിഞ്ഞാൽ അത് 72 ആവും. അപ്പോൾ ഇങ്ങനെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി വേണമെങ്കിൽ ഉടനെ തന്നെ ഇടതുപക്ഷത്തേക്ക് പോയേക്കാം എന്ന ഭീഷണി നിൽക്കുന്നു. അപ്പോൾ പി സി ജോർജ് രാജിവെക്കുകയാണെങ്കിൽ ഒരു MLA UDF-ൽ കുറയുകയാണ്. അത് LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ മേന്മയില്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. സീതാറാം യെച്ചൂരി മുൻകൈയെടുത്ത് ഇടതുമുന്നണിയിൽ നിന്ന് പിരിഞ്ഞുപോയ RSP അതുപോലെ ജനതാദൾ എന്നിവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമം വിജയിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? സീതാറാം യെച്ചൂരി അധികാരത്തിൽ ഈ CPM-ലെ അധികാര കേന്ദ്രമായിട്ട് വരുമ്പോൾ VS അച്യുതാനന്ദൻ്റെ ഒരു ലൈനാണ് ഒരു പിന്തുണ കിട്ടുന്നത്. കാരണം പരമ്പരാഗത ഇടതുപക്ഷ പാർട്ടികളായ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയും അതുപോലെ RSPയും തിരിച്ചു കൊണ്ടുവരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. പിണറായി വിജയൻ മറിച്ചുള്ള നിലപാട്. അപ്പോൾ യെച്ചൂരി വരുമ്പോൾ അദ്ദേഹം ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം ഇടതുപക്ഷ ഐക്യം സാധ്യതമാക്കും എന്നാണ്. RSP എന്ന് വെച്ചാൽ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ്, ഒരു ഇടതുപക്ഷ പാർട്ടിയാണ്. മാർക്സിസം ലെനിനിസം അടിസ്ഥാന തത്വമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. ചെങ്കൊടി പിടിച്ച് സമരം ചെയ്യുന്ന പാർട്ടിയാണ്. അപ്പോൾ ആ ഒരു പാർട്ടിയെ ഒരു കാരണവശാലും UDF-ൽ നിലനിർത്താൻ പറ്റുകയില്ല. അവർ തിരിച്ചുകൊണ്ട് പിന്നെ സോഷ്യലിസ്റ്റുകാരുമായിട്ടും ഇതുപോലെ തന്നെ വളരെ കാലത്തെ ബന്ധമാണുള്ളത്. സോഷ്യലിസ്റ്റ് ജനത അടിസ്ഥാനപരമായിട്ട് സോഷ്യലിസ്റ്റുകാരാണ്, പഴയ ജനതാ പാർട്ടിയിൽ സോഷ്യലിസ്റ്റുകാരാണ്. അപ്പോൾ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിനെയും കൂടെ നിർത്തേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ ഒരു താല്പര്യപ്രകാരമാണ്. അത് യെച്ചൂരി സെക്രട്ടറി ആയതിനു ശേഷം പ്രത്യേകിച്ചും ആ ഒരു വികാരം ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീരേന്ദ്രകുമാറിൻ്റെ ആളുകളെയും തിരിച്ചു കൊണ്ടിരുന്നത് ഇടതുമുന്നണിയുടെ താല്പര്യത്തിന് യോജിച്ച ഒന്നാണ്. RSP കൊണ്ടുവരേണ്ടത് അതിനേക്കാൾ അത്യാവശ്യമാണ്. RSP ഇല്ലാതെ ഇടതുമുന്നണിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. ആ പാർട്ടികൾ ഇങ്ങോട്ട് പോന്നാൽ ആ കാരണം കൊണ്ട് തന്നെ മുന്നണി തകരുകയും മന്ത്രിസഭ രാജിവെക്കേണ്ടതായിട്ട് വെച്ച് ഈ ഇടതുമുന്നണി വിപുലീകരണം എന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെയും അതുപോലെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെയും സ്വപ്നം യാഥാർത്ഥ്യമാകുമോ? അല്ല, ഇടതുപക്ഷ ഐക്യം അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി വിപുലീകരണം എന്നുള്ളത് ഇടതുപക്ഷ പാർട്ടികളെ എല്ലാവരുടെയും ആവശ്യമാണ്. പിണറായി വിജയൻ ഗ്രൂപ്പും അത് ആ രീതിയിൽ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സംഗതി യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്.
PC ജോർജ് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സാഹചര്യം? PC ജോർജ് ഇടതുപക്ഷത്ത് വളരെ കാലം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ രീതികൾ അവർക്കും അവരുടെ രീതികൾ അദ്ദേഹത്തിനും അറിയാവുന്നതാണ്. PC ജോർജ് പോകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. PC ജോർജിനെ എടുക്കുമോ എന്നുള്ള സാധ്യത മാത്രമേ നമ്മുടെ മുമ്പിൽ ചർച്ചാ വിഷയമായിട്ടുള്ളൂ. പക്ഷേ PC ജോർജ് പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, പാലാ പ്രദേശത്ത് സാമാന്യ ശക്തിയുള്ള ഒരാളായതുകൊണ്ട് ആ ഭാഗത്ത് മാർക്സിസ്റ്റുകാർക്ക് വലിയ പ്രാമുഖ്യമില്ലാത്തതുകൊണ്ടും അദ്ദേഹത്തെ അവർ ഉൾക്കൊള്ളാനാണ് സാധ്യത. കേരള കോൺഗ്രസ് സെക്യുലറിന് ഒരു പാർട്ടിയായിട്ടല്ല, PC ജോർജിന് ഒരു MLA ആയിട്ട്, ഒരു സ്വതന്ത്ര MLA എന്ന ലേബലിൽ ഒരു പക്ഷേ അദ്ദേഹത്തെ ഏറ്റെടുക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൂ, സാധ്യതകളുടെ ഒരു കലയാണ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരു പക്ഷേ ലോനപ്പം നമ്പാടിൻ്റെയൊക്കെ പോലെ PC ജോർജ് വരുന്ന ഒരു സാഹചര്യം നമുക്ക് തള്ളിക്കളച്ചുകൂടാ. അതാണൊരു വസ്തുത. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇടതുമുന്നണി കൂടി PC ജോർജിനെ തള്ളുകയാണെങ്കിൽ PC ജോർജിനെ ഇടതുമുന്നണി കൂടി തള്ളാനുള്ള സാധ്യത PC ജോർജിൻ്റെ അല്ല, അതിനേക്കാൾ ഉപരി ഗണേഷ് കുമാറിൻ്റെ കാര്യം പറയാം. ഗണേഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ പിതാവായ ബാലകൃഷ്ണപിള്ളയോടും വലിയ എതിർപ്പുള്ളവരാണ് ഇടതുപക്ഷക്കാർ, പ്രത്യേകിച്ച് CPM-കാർ. അങ്ങനെയുള്ള ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ പാർട്ടി ഒരു മൃദുവായ സമീപനം എടുത്തിരിക്കുന്നത്. എന്താ വെച്ചാൽ അഴിമതിക്കെതിരെ ഗണേഷ് കുമാർ നടത്തുന്ന എല്ലാ സമരങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ അല്ലെങ്കിൽ പങ്കാളിത്തം ഉണ്ടാകും എന്ന്. ഇപ്പോൾ പത്തനാപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാവ് എന്ന് പറയുന്നത് KB ഗണേഷ് കുമാറാണ്. അപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കാൻ നടന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ വിട്ടുപോയി. കഴിഞ്ഞ തവണ അദ്ദേഹത്തെ എതിർത്തിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളുകളായിട്ട് മാറി. ഇതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. അപ്പോൾ KB ഗണേഷ് കുമാറിനെ എടുക്കാമെങ്കിൽ അതിന് മുമ്പ് PC ജോർജിനെ എടുക്കാം. അതിന് പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല. കാരണം അത്രയധികം ദ്രോഹം CPM-കാരുമായിട്ട് യഥാർത്ഥത്തിൽ PC ജോർജ് ചെയ്തിട്ടില്ല. CPM ദേശീയ സെക്രട്ടറിയായി ഇപ്പോൾ സീതാറാം യെച്ചൂരി എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത് എത്രത്തോളം മാറ്റത്തിന് സാധ്യതയുണ്ട്? ഈ സീതാറാം യെച്ചൂരി CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയെ വന്ന സമയം സാഹചര്യവും വളരെ പ്രധാനമാണ്. കാരണം അടുത്ത വർഷം, അത് 2016 കേരളത്തിൽ തിരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്നു, ബംഗാളിൽ തിരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്നു. ബംഗാളിൽ ഇന്നിപ്പോൾ CPM-ന് തീരെ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു സാഹചര്യമാണ്. മാത്രമല്ല CPM-ൻ്റെ ബംഗാൾ ഘടകവും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബംഗാൾ ഘടകവും ആലോചിക്കുന്നത് ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു ടൈപ്പ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്. രണ്ടു പേർക്ക് സ്വന്തം നിലയ്ക്ക് നിന്നാൽ ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കും. കാരണം ഒന്നാമത്തെ പാർട്ടിയായിട്ട് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്, രണ്ടാമത്തെ പ്രധാന പാർട്ടിയായിട്ട് BJP വളരെ വേഗം ഉയർന്നു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ക്ഷീണിച്ച് നിൽക്കുന്ന രണ്ട് പാർട്ടികളും തമ്മിൽ യോജിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു അല്ലെങ്കിൽ CPM-ൻ്റെ മുഖ്യ ശത്രു കോൺഗ്രസ്സാണ്. പക്ഷേ അങ്ങനെയുള്ള കോൺഗ്രസുമായിട്ട് ബംഗാളിൽ ഒരു സൗകര്യത്തിൻ്റെ പേരിൽ ഒരു ബാന്ധവത്തിന് ഒരുങ്ങുന്നു. ഇനിയിപ്പോൾ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും വേണ്ടത്ര സീറ്റുകൾ ജയിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ. സോളാർ അടക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും വോട്ടാക്കി മാറ്റാൻ CPM-നോ അല്ലെങ്കിൽ ഘടകകക്ഷികൾക്കോ സാധിച്ചില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പല ഘടകകക്ഷികളും വിട്ടുപോയി. വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി പോയി, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പോയി, PC ജോർജ് അതിന് മുമ്പ് പോയി, പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം RSP പോയി. അപ്പോൾ എങ്ങനെ പോയാലും ശരിയാവില്ല. എങ്ങനെ പോയാലും കുറേ കൂടി ഘടകകക്ഷികളെയൊക്കെ തടുത്തു കൂട്ടിക്കൊണ്ട് വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. അപ്പോൾ പ്രധാനമായിട്ടും അവർ ആഗ്രഹിക്കുന്ന രണ്ട് പാർട്ടികളെന്ന് പറയുന്നത് ഒന്ന് RSP ആണ്, അതുപോലെ തന്നെ ജനതാദൾ S അവർ ചേർന്ന് വലിയ വിശാല ജനതാദൾ ഉണ്ടാകും, ജനതാ പരിവാറിലായിരുന്നു. അപ്പോൾ ആ സോഷ്യലിസ്റ്റുകാരെ കൂടി തിരിച്ചുകൊണ്ട് അതുള്ളതാണ്. അടുത്ത ഘട്ടത്തിൽ അവർ ആലോചിക്കാവുന്ന പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ മുന്നണിയിൽ നിന്ന് അങ്ങോട്ട് പോയ ജോസഫ് ഗ്രൂപ്പിനെ തിരിച്ചു കൊണ്ടുവരിക. K മാണിയുടെ പോലെയുള്ള ഒരാളല്ല PJ ജോസഫ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പ്രതിച്ഛായയുള്ള വ്യക്തിയാണ്. അപ്പോൾ പ്രതിച്ഛായയുള്ള ഒരു നേതാവിനെ തിരിച്ചു കൊണ്ടുവരും. അത് തീർച്ചയായിട്ടും മുന്നണിക്ക് ഗുണകരമായിരിക്കും എന്ന രീതിയിലായിരിക്കും അവരുടെ ചിന്തകൾ പോകാൻ സാധ്യത. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പ് പോകാനുള്ള സാധ്യതയാണ്. ജോസഫ് ഗ്രൂപ്പ് പോകാൻ നല്ല സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് K മാണിക്ക് കുറ്റപത്രം കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. കുറ്റപത്രം കൊടുത്താൽ അതേ രാജിവെക്കണമല്ലോ. ഇതുവരെയുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കുറ്റപത്രം കൊടുത്താൽ രാജിവെക്കും. അപ്പോൾ ഇദ്ദേഹം രാജിവെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ കാരണത്താൽ ജോസഫ് ഗ്രൂപ്പിന് വേണമെങ്കിൽ വിട്ടുപോകും. ജോസഫ് ഗ്രൂപ്പ് അത് ആലോചിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം K മാണി ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കും. K മാണിയുടെ വോട്ട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. അതുണ്ടെങ്കിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ കോൺഗ്രസുമായിട്ടുള്ള ഒരു സഖ്യം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ധാരണ ഈ പുതിയ പാർട്ടിക്ക് ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കും. ഈ MLA സ്ഥാനം രാജിവെക്കുന്നതോടെ PC ജോർജ് ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? PC ജോർജ് ഇടതുപക്ഷത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് വിരോധം ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തെ എടുക്കാൻ CPM-നും മറ്റ് ഘടകകക്ഷികൾക്കും അവർ തയ്യാറാണോ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. എങ്കിൽ പോലും PC ജോർജിനോട് അങ്ങനെ തൊട്ടുകൂടായ്മയൊന്നും വെച്ച് കൊടുത്തേണ്ട ആവശ്യമില്ല ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ഒരുപാട് വലിയ സംവിധാനത്തിൽ പ്രവർത്തിച്ച ആളാണല്ലോ. പിന്നെ ഇടക്കാലത്ത് തെറ്റി നേതാക്കന്മാരെയൊക്കെ ഒരുപാട് വിമർശിച്ചു എന്നുള്ള സത്യമാണ്. എങ്കിൽ പോലും വളരെ കാലം LDF-ൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിച്ച ആളാണ് PC ജോർജ്.
PC ജോർജ് ചേരാൻ താല്പര്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇടതുമുന്നണി ഇത് പരിഗണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് KB ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിലുണ്ടായ പോലെ KB ഗണേഷ് കുമാറിനെ മുന്നണിയിലെടുത്തിട്ടില്ല, അതിനെക്കുറിച്ച് ആലോചന നടന്നിട്ടില്ല. ഗണേഷ് കുമാർ ഒരു അപേക്ഷയുമായിട്ട് VSൻ്റെയോ പിണറായിയുടെ അടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ അദ്ദേഹം ഈ UDFൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം രാജ്യസഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞോടുകൂടി LDF യോഗം ചേർന്നിട്ട് ഒരു തീരുമാനമെടുത്തിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അഴിമതിക്കെതിരായി നടക്കുന്ന സമരങ്ങളിൽ KB ഗണേഷ് കുമാറിനെ കൂടി സഹകരിപ്പിക്കാം. ഇപ്പോൾ പത്തനാപുരത്തും കൊട്ടാരക്കരയിലൊക്കെ നടക്കുന്ന എല്ലാ LDF യോഗങ്ങളിലും KB ഗണേഷ് കുമാർ ഒരു അതിഥി താരമായിട്ട് ഗസ്റ്റ് അപ്പിയറൻസ് പറഞ്ഞില്ല സിനിമയിൽ, അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എല്ലാ സ്ഥലത്തും ചെന്നിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ KB ഗണേഷ് കുമാറിനെ ഇടതുമുന്നണിയിൽ ഉൾക്കൊള്ളാമെങ്കിൽ, അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാമെങ്കിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ധാരണയെങ്കിലും ഉണ്ടാക്കാമെങ്കിൽ PC ജോർജിനെ എടുക്കുന്നതിന് തകരാറൊന്നുമില്ല. അതിൽ രാഷ്ട്രീയമായിട്ട് വേറെ തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. KM മാണിയെ പോലെ ആരോപണ വിധേയനായിട്ടുള്ളൊരു വ്യക്തിയല്ല തീർച്ചയായിട്ടും PC ജോർജ്. പിന്നെ അദ്ദേഹത്തിൻ്റെ രീതികൾ CPMകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ള വേറെ ചോദ്യമാണ്. ഈ വരും തെരഞ്ഞെടുപ്പിൽ PC ജോർജ് ഏത് ഭാഗത്തായിരിക്കും എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? വരുന്ന തെരഞ്ഞെടുപ്പിൽ PC ജോർജ് ഇടതുപക്ഷത്തായിരിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇടതുമുന്നണിയിൽ എടുത്തില്ല എന്ന് വരാം. എന്നാലും ഇടതുമുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ, അതായത് LDF സ്വതന്ത്രൻ എന്ന ഒരു ലേബലിൽ നിൽക്കാനാണ് ഞാൻ നോക്കിയിട്ട് സാധ്യത കൂടുതൽ കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. പിന്നെ അതിനൊരു സാഹചര്യം കൂടിയുണ്ട്, അതായത് പൂഞ്ഞാർ എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രാമുഖ്യമുള്ള മണ്ഡലമല്ല. അവരെത്ര ശ്രമിച്ചാലും അവിടെ ജയിക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് PC ജോർജിനെ പോലെ ആൾക്ക് അവിടെ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, അവർക്ക് ലോയലായിട്ടുള്ള ഒരു MLA കിട്ടും. അതിനേക്കാൾ ഉപരിയായിട്ട് UDFനെ നിർണായകമായ, അവർക്ക് വലിയ പ്രാമുഖ്യമുള്ള പൂഞ്ഞാർ സീറ്റിൽ തോൽപ്പിക്കാനും കഴിയും. അത്രത്തോളം സാഹചര്യങ്ങൾ PC ജോർജിന് അനുകൂലമാണ്. നാളത്തെ വാർത്തകൾ ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകുമെന്ന തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു.